മലപ്പുറം നിലമ്പൂർ കരുളായിൽ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങി. രാത്രി എത്തിയ ആനക്കൂട്ടം ഏറെ നേരെ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്നു. രാവിലെ നാട്ടുകാരൊക്കെ ചേർന്ന് ആനക്കൂട്ടത്തെ കാട് കയറ്റി. അതുകൊണ്ടാണത് പോവാത്തത്. ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ പോവില്ല. അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകും. അരുൺ, നാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? പുഴ കടന്നു വന്നതാണ്. അതെ. ഇല്ല പൂജ, അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാട്ടാനക്കൂട്ടം ശാന്തരായിരുന്നു എന്നുള്ളതാണ്. ഇത് വനവാസ മേഖലയാണ്. അപ്പോൾ ജനവാസ മേഖലയിലേക്കാണ് ആന എത്തിയത്. വനമേഖലയോട് അടുത്തുള്ള പ്രദേശമാണ്. അപ്പോൾ അത്തരത്തിൽ ഈ മേഖലകളിലൊക്കെ സ്ഥിരമായി കാട്ടാന വരുന്നതാണ്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ കുട്ടിയാനെ അടങ്ങുന്ന 5 ആനകൾ ഉൾപ്പെടുന്ന സംഘം ഈ മേഖലയിൽ എത്തിയത്. രാത്രി തീറ്റ തേടി എത്തുന്നതാണ്. പക്ഷെ രാവിലെ ആയിട്ടും കാട്ടാനക്കൂട്ടം അടങ്ങിയിരുന്നില്ല. അപ്പോൾ അതിരാവിലെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു 7 മണിയോടുകൂടി ആകുമ്പോൾ പ്രദേശവാസികൾ ചേർന്ന് ആനയെ കാട് കയറ്റി എന്നുള്ളത് തന്നെയാണ്. കാര്യമായ ആക്രമണമോ അത്തരത്തിലുള്ള സംഭവമൊന്നും കാട്ടാനക്കൂട്ടം ഒന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളത് തന്നെയാണ്. അരുൺ, നിലമ്പൂർ ഏത് ഭാഗത്തായിട്ടാണ്, ഏത് പുഴ കടന്നാണ് ഇവർ വരുന്നത്? ദിവസവും അങ്ങനെ വരുമോ? അത് നിലമ്പൂർ കരുളായി പാലങ്കര പാലത്തിന് സമീപമാണ്. ഇത് കരുളായി എന്ന് പറയുമ്പോൾ കരുവാരക്കുണ്ട് അതോട് ചേർന്ന വനമേഖലയോട് കരുവാരക്കുണ്ട് കാളികാവ് ഫോറസ്റ്റ് റേഞ്ചിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഈ ഒരു മേഖലയിലൊക്കെ, പക്ഷേ ഈ ഒരു വനമേഖലയിലാകെയൊക്കെ ഇത്തരത്തിൽ പ്രദേശങ്ങളിലൊക്കെ കാട്ടാനക്കൂട്ടത്തെ പതിവായി കാണാറൊക്കെ ഉണ്ട്. ജനവാസ മേഖലകളിലും ഇടയ്ക്കൊക്കെ കാട്ടാനക്കൂട്ടം എത്താറുമുണ്ട്. ആ ഒരു മേഖല തന്നെയാണ്, ആ ഒരു മേഖലയിൽ പെടുന്ന ഒരു പ്രദേശം തന്നെയാണ്. 2-3 മാസങ്ങൾക്ക് മുമ്പൊക്കെ അവിടെ ഒരു വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന മഴയുള്ള സമയത്ത് ഒരു കാട്ടാനക്കുട്ടിയുടെ ദൃശ്യങ്ങളൊക്കെ വന്നിരുന്നു. അത് ഈ പാലങ്കര പാലത്തിന് സമീപത്തായിരുന്നു. എന്തായാലും സ്ഥിരമായി അങ്ങനെ ആന എത്തുന്ന മേഖല തന്നെയാണിത്. അക്ഷയ, ശരി. ആ പുഴ വറ്റി വരണ്ട് പകുതിയേ ഉള്ളൂ ജീവൻ. എന്തായാലും മറ്റു പ്രശ്നങ്ങളൊന്നും ആനകൾ സൃഷ്ടിച്ചില്ല. ജനവാസ മേഖലയിലേക്കാണ് കൊമ്പന്മാരല്ല, ആനക്കുട്ടി അടക്കമുണ്ട്. ഒരു കുടുംബത്തോടെ എത്തിയതാണ്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. രാവിലെ തിരികെ പോവുകയും ചെയ്തിരിക്കുന്നു കാട് കയറി.